മിഥുനത്തിന്റെ അവസാന നാളിൽ പാലക്കാടൻ ഗ്രാമങ്ങളിൽ ചേട്ടകളയലും ശീബോധി വെക്കലും തലമുറകളായി കൈമാറി വരുന്ന ഈ ആചാരങ്ങൾ പാലക്കാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അപൂർവമായ അടയാളങ്ങളെയാണ് വിലയിരുത്തപ്പെടുന്നത്. കർക്കിടക മാസത്തെ വരവേൽക്കുന്നതിന്റെയും ഐശ്വര്യവും സമൃദ്ധിയും കൈവരാൻ പ്രാർത്ഥിക്കുന്നതിന്റെയും ഭാഗമാണ് ചേട്ടകളയലും ശീബോധി വെക്കലും. മിഥുനമാസത്തിന്റെ അവസാന ദിവസം വീടുകളിലെയും പരിസരങ്ങളിലെയും ഐശ്വര്യത്തെ തടസ്സപ്പെടുത്തുന്ന ദാരിദ്ര്യവും ദുരിതങ്ങളും ദുരിതദേവതയായ ചേട്ടയുടെ പ്രതീകമായി കണക്കാക്കി അവയെ വീടുകളിൽ നിന്നും അകറ്റുന്ന ചടങ്ങിനെയാണ് ചേട്ടകളയൽ എന്ന് വിളിക്കുന്നത്. പുലർച്ചെ വീടും പരിസരവും വൃത്തിയാക്കിയ ശേഷം പഴയതും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ, മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്ത് വീടിന്റെ ശുദ്ധീകരണം നടത്തുന്നതാണ് ചടങ്ങിന്റെ പ്രധാന ഭാഗം. ഇതിലൂടെ ദുരിതങ്ങളും നിർഭാഗ്യങ്ങളും വിട്ടുമാറി പുതിയ മാസത്തിലേക്ക് ഐശ്വര്യത്തോടെ പ്രവേശിക്കുമെന്നാണ് വിശ്വാസം. ഇതിനൊപ്പം തന്നെ കർക്കിടക മാസത്തിൽ വീട്ടിലേക്ക് സമൃദ്ധിയും സംരക്ഷണവും വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നടത്തുന്ന ആചാരമാണ് ശീബോധി വെക്കൽ. വിവിധ പ്രദേശങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളോടെ ഈ ചടങ്ങ് ആചരിക്കുന്നുണ്ടെങ്കിലും വീട്ടുമുറ്റത്തോ പൂജാമുറിയിലോ ആചാരപ്രകാരം ഒരുക്കുന്ന ശീബോധി കുടുംബത്തിന്റെ ക്ഷേമത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. കാർഷിക ജീവിതവുമായി ഏറെ ബന്ധമുള്ള പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഇന്നും ഈ ആചാരത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മഴക്കാലത്തിന്റെ തുടക്കമായ കർക്കിടകത്തെ ആത്മീയ ചൈതന്യത്തിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാസമായാണ് കേരളത്തിൽ പൊതുവെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനത്തിന്റെ അവസാന ദിവസം വീടുകൾ വൃത്തിയാക്കുകയും ആചാരപരമായ ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നത് കർക്കിടകത്തെ വരവേൽക്കുന്ന ഒരുക്കങ്ങളുടെ ഭാഗമായാണ് കാണപ്പെടുന്നത്. കാലത്തിന്റെ മാറ്റങ്ങൾക്കിടയിലും പാലക്കാട് ജില്ലയിലെ പല ഗ്രാമങ്ങളിലും ഈ ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അധികം കാണാത്ത ഈ തനതാചാരങ്ങൾ പാലക്കാടിന്റെ സാംസ്കാരിക സത്വത്തെ അടയാളപ്പെടുത്തുന്ന അപൂർവ പൈതൃകമായി ഇന്നും ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നു. പഴമയുടെ വിശ്വാസങ്ങളെയും ഗ്രാമീണ ജീവിത രീതിയെയും പ്രകൃതിയോടുള്ള ആദരവിനെയും ഒരുമിപ്പിക്കുന്ന ഈ ചടങ്ങുകൾ പാലക്കാടിന്റെ സാംസ്കാരിക കലണ്ടറിലെ ശ്രദ്ധേയമായ ആചാരങ്ങളായി തുടരുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.